എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം രാവിലെ മാവൊക്കെ അരച്ച് വെച്ചായിരുന്നു, അതൊക്കെ ഒന്ന് നന്നായി പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചായയും റെഡിയാക്കിയായിരുന്നു. ഇനിയിപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്ക് മൂന്നിവിടെ ചായയും കൂടെ എടുക്കട്ടെ. പിള്ളേർക്ക് കൊടുക്കാനുള്ളത് ഞാൻ കാപ്പി ഉണ്ടാക്കി അവർക്ക് കൊടുത്തു. അപ്പം അതിനുശേഷം പിന്നെ ഞാൻ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്, ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഇഡലി ഉണ്ടാക്കുന്നത് ടിഫിൻ കൊടുത്തു വിടാൻ മസാല ഇഡലിക്ക് വേണ്ടിയാണ്. ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ദോശ ഉണ്ടാക്കി കൊടുക്കാം. ദോശയാണെങ്കിൽ നല്ല കട്ടി കുറഞ്ഞ ദോശയാണ് ഇവർക്കിഷ്ടം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ മസാല ദോശ മസാല ഇഡലി ഉണ്ടാക്കിയായിരുന്നേ. അത് പിന്നെ അവർക്ക് ടിഫിലൂടെ ഒന്ന് എടുത്തു കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഇഡലിയുടെ കൂടെ സാമ്പാർ, കഷ്ണങ്ങളില്ലാത്ത നല്ല കൊഴുപ്പുള്ള സാമ്പാറുണ്ടല്ലേ, അതാ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കൊഴുപ്പ് കിട്ടാനായിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നല്ല കൊഴുപ്പുള്ള സാമ്പാറെന്നും പറഞ്ഞ്. ഇഡലിക്കൊക്കെ നല്ല ഒരു ഇച്ചിരി മധുരമുള്ള ഇച്ചിരി ലാസ്റ്റ് ശർക്കരയൊക്കെ ചേർത്ത് അത് നല്ല അടിപൊളിയൊരു സാമ്പാറാണ് നമുക്ക് ഇഡലിക്കൊക്കെ. അതിനുശേഷം ഞാൻ തൈരൊക്കെ ഉടച്ചെടുത്തായിരുന്നു. ഒരു മോരുകറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം എനിക്കിനിയും ചിക്കനൊക്കെ ഞാൻ ആളുകളുടെ ഓർഡറും പ്രകാരമേ ഉണ്ടാക്കത്തുള്ളൂ. ചിക്കൻ അധികം ഓർഡർ വരാറില്ല. ബീഫും മീനും ഒക്കെയാണ് ഓർഡർ കൂടുതലും വരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഉച്ചക്കത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകിട്ട് ചിക്കൻ്റെ അച്ചാറും ഇട്ട് ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ഇപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ഞാൻ ഈന്തപ്പഴവും നാരങ്ങയും ഉണ്ടാക്കിയായിരുന്നു ഇന്നലെ. അതൊക്കെ ഇനിയൊന്ന് ഓർഡർ ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഓർഡർ ഉള്ളവരുടെ എല്ലാം കുപ്പിയിലാക്കിയിട്ട് ബാക്കി ഞാൻ അല്ലാതെ ഭരണിയിലും ഉണ്ടാക്കി വെക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എനിക്ക് അച്ചാറിൻ്റെ ബിസിനസ്സുണ്ട്. ഇന്ത്യയിൽ എവിടെയും കൊറിയർ ചെയ്ത് കൊടുക്കുവേ. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, അതിൽ നമ്പറുണ്ട്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയതാണിത്, നാരങ്ങ ഈന്തപ്പഴം കൊണ്ടുള്ള അച്ചാർ. അത് ഓർഡർ തന്നവർക്കത് ബോട്ടിലാക്കണം, ബാക്കിയുള്ളതിനെയും നമ്മുടെ ബോട്ടിലിട്ട് വെക്കണം. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.